റജബ് മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കുന്നത് വളരെ പുണ്യമുള്ള കാര്യമാണ് എന്ന നിലക്കുള്ള സംസാരങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും. ആ മാസത്തിൽ ഒരു ദിവസം നോമ്പെടുത്താൽ, 2 ദിവസം നോമ്പെടുത്താൽ, ഇങ്ങനെ 15 ദിവസമൊക്കെ, അതിൽ 20 ദിവസം നോമ്പെടുത്താൽ, അതുപോലെ തന്നെ മാസം പൂർണ്ണമായി നോമ്പെടുത്താൽ ഒക്കെയുള്ള മഹത്വങ്ങൾ പ്രത്യേകം പറഞ്ഞുകൊണ്ടുള്ള പ്രഭാഷണങ്ങളും അതുപോലെയുള്ള മെസ്സേജുകളുമൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. അതൊന്നും സഹോദരങ്ങളെ ഇസ്ലാമികമായി റജബിനെ സംബന്ധിച്ചിടത്തോളം സ്ഥിരപ്പെട്ടു വന്ന കാര്യങ്ങളല്ല. ഇവിടെ ഇതൊക്കെ പറയുമ്പോൾ പല സഹോദരങ്ങളും പറയാറുണ്ട്, ഇവർ നന്മ മുടക്കികളാണ്, ഇവർ ഒരു നല്ല കാര്യവും സമൂഹത്തെ കൊണ്ട് ചെയ്യാൻ വിടുകയില്ല, എല്ലാം ഇവർ അനാചാരമാക്കുകയാണ്, അല്ലെങ്കിൽ ആ വിഷയത്തിൽ പറയപ്പെട്ടിട്ടുള്ള ഹദീസുകളെയൊക്കെ ഇവരുടെ വകയായി തള്ളുകയാണ്, ദുർബലമാക്കുകയാണ്, വ്യാജമാക്കുകയാണ് എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ പറയുന്നതിന് നിവൃത്തിയൊന്നുമില്ല. എൻ്റെ പ്രിയപ്പെട്ട മാന്യരായ ശ്രോതാക്കളോട് വളരെ വിനയത്തോടുകൂടി ഉണർത്തുവാനുള്ളത്, ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട ഒരു കാര്യത്തെ നാം എന്തിനു നിഷേധിക്കണം? ഉള്ളതാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാമല്ലോ, ഇല്ലാത്തതാണെങ്കിൽ അത് നമുക്ക് ചെയ്യാവതുമല്ലല്ലോ. ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളല്ലേ നാം മുഖവിലക്കെടുക്കേണ്ടത്? ആ പ്രമാണങ്ങളെ പഠിച്ച് മനസ്സിലാക്കിയ, ഇന്ന് സമൂഹത്തിൽ ഈ മാസത്തിൻ്റെ പ്രത്യേകതകൾ സമൂഹത്തെ പഠിപ്പിക്കുവാൻ വെമ്പൽ കൊള്ളുന്ന ആളുകൾ തന്നെ അംഗീകരിക്കുന്ന വലിയ പണ്ഡിതന്മാർ തന്നെ ഈ മാസത്തിൽ പ്രത്യേകം നോമ്പനുഷ്ഠിക്കുന്നതോ അതുപോലെ തന്നെ പ്രത്യേകം നമസ്കാരം നിർവഹിക്കുന്നതോ അത്തരത്തിലുള്ള ഒരു പുണ്യവും അതിനില്ല. അത് സംബന്ധമായിട്ടുള്ള ഹദീസുകളൊന്നും പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്ന് കൃത്യമായി പറഞ്ഞവരാണ്. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലയുടെ ഒരു സുപ്രസിദ്ധമായ ഗ്രന്ഥമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്ന ഈ ഗ്രന്ഥം. ഇതിന്റെ പേര് തബ്യീനുൽ അജബ് ബിമാ വറദ ഫീ ഫളിൽ റജബ് എന്നുള്ളതാണ്. എന്താണ് സഹോദരങ്ങളെ ആ പേര് തന്നെ സൂചിപ്പിക്കുന്നത്? എന്താണ്? തബ്യീനുൽ അജബ്. അദ്ദേഹം അത്ഭുതം പ്രകടിപ്പിക്കുകയാണ്. എന്തിനെ സംബന്ധിച്ച്? ആ അത്ഭുതം വിശദീകരിക്കുകയാണ് അദ്ദേഹം. ബിമാ വറദ ഫീ ഫളിൽ റജബ്. റജബിന്റെ ശ്രേഷ്ഠതയെ സംബന്ധിച്ച് വന്നിട്ടുള്ള ധാരാളം ദുർബലവും വ്യാജവുമായ ഹദീസുകളുണ്ട്. അവയുടെ വസ്തുത എന്താണെന്ന് അദ്ദേഹം അത്ഭുതത്തോടുകൂടി വിശദീകരിക്കുന്ന ഒരു കൊച്ചു ഗ്രന്ഥമാണ് ഇത്. ഇതിൽ ഇദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഈ റജബ് മാസത്തിന്റെ ശ്രേഷ്ഠതയെ സംബന്ധിച്ചോ ആ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നതിനെ സംബന്ധിച്ചോ അതിൽ ഏതെങ്കിലും ഒരു ദിവസത്തിൽ പ്രത്യേകം നോമ്പനുഷ്ഠിക്കുന്നതിനെ സംബന്ധിച്ചോ ഏതെങ്കിലും ഒരു രാത്രിയിൽ പ്രത്യേകം നമസ്കരിക്കുന്നതിനെ സംബന്ധിച്ചോ വന്നിട്ടേയില്ല ഹദീസുൻ സഹീഹുൻ യസ്ലുഹു ലിൽ ഹുജ്ജത്തി. തെളിവിന് കൊള്ളാവുന്നത് എന്ന് പറയപ്പെടാവുന്ന സഹീഹായ ഒരൊറ്റ ഹദീസും വന്നിട്ടില്ല. ഇത് ഞാൻ മാത്രമല്ല പറയുന്നത്, എൻ്റെ മുൻഗാമികളും ഇത് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം തുടർന്നുകൊണ്ട് പറയുന്നുമുണ്ട്. സഹോദരങ്ങളെ, എങ്കിൽ അതാണ് വസ്തുത. ഈ റജബിൽ നമുക്ക് പ്രത്യേകിച്ച് അതിൻ്റെ ആദ്യ രാത്രിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആദ്യ വെള്ളിയാഴ്ച രാവിലോ ആദ്യ വ്യാഴാഴ്ചയോ ഒന്നും പ്രത്യേകിച്ച് നമുക്ക് ചെയ്യുവാനില്ല. മറ്റു മാസങ്ങളെപ്പോലെ തന്നെയാണ് ഇതിൽ തിങ്കളും വ്യാഴവും ഒക്കെ നോമ്പനുഷ്ഠിക്കാം. 13, 14, 15 അതുപോലെ തന്നെയുള്ള നോമ്പുകൾ അനുഷ്ഠിക്കാം. അതും റജബിൽ ഒരു പ്രത്യേകതയുണ്ട് എന്ന നിലക്കല്ല, എല്ലാ മാസവും ഉള്ളതുപോലെ റജബിലും നമുക്കത് അനുഷ്ഠിക്കാം.